സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ, പോവർട്ടി അലീവിയേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പല ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളും പരിപാടികളും നടപ്പാക്കിയും പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തിയുമാണ് സർക്കാരുകൾ ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും ഏതൊക്കെയാണെന്ന് നോക്കൂ. ഗവൺമെൻറ്റ്സ് are trying to ensure food security by strengthening the public distribution system and implementing various poverty alleviation programs. Have a look at the projects and programs being implemented by the governments. സർക്കാർ പദ്ധതികൾ, ഗവൺമെൻറ് പ്രോജക്ട്സ്: അന്നപൂർണ, അന്ത്യോദയ അന്നയോജന, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സർക്കാർ പരിപാടികൾ, പ്രോഗ്രാംസ്: സംയോജിത ശിശുവികസന പരിപാടി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, മിഡ് ഡേ മീൽ പ്രോഗ്രാം അറ്റ് സ്കൂൾസ്, ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതികളുടെയും പരിപാടികളുടെയും ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രോജക്ട്സ് ഓർ പ്രോഗ്രാംസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് അറ്റ് ദി ഗവൺമെൻറ് ലെവൽ? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതിയാണിത്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ബെനിഫിഷ്യൽ ടു ദി അൺഎംപ്ലോയ്ഡ് ഇൻ അർബൻ ഏരിയാസ്, എൻകറേജ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഉച്ചഭക്ഷണ പരിപാടി: എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെയും 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഉച്ചഭക്ഷണ പരിപാടിയുടെ പ്രയോജനം ലഭിക്കുന്നത്. സ്കൂൾ മുഖേന പോഷകമൂല്യമുള്ള ആഹാരം ഉറപ്പുവരുത്തുന്നു. മിഡ് ഡേ മീൽ പ്രോഗ്രാം, ബെനിഫിഷ്യൽ ടു ദ സ്റ്റുഡൻസ് അപ് ടു 8th സ്റ്റാൻഡേർഡ് ഇൻ ഓൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസ്, എൻഷുവേഴ്സ് ന്യൂട്രീഷ്യസ് ഫുഡ് ത്രൂ സ്കൂൾസ്. ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യം, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, സ്വയം സഹായ സംഘങ്ങൾക്ക് സഹായം നൽകുന്നു. ബാങ്ക് വായ്പയിലൂടെയും സബ്സിഡിയിലൂടെയും പണം നൽകുന്നു. പ്രൊവൈഡ്സ് അസിസ്റ്റൻസ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്, പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എയ്ഡ് ത്രൂ ബാങ്ക് ലോൺസ് ആൻഡ് സബ്സിഡീസ്. സംയോജിത ശിശു വികസന പരിപാടി അംഗൻവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. 6 വയസ്സിനു താഴെയുള്ള കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ഗുണം. നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റഡ് ത്രൂ അംഗൻവാടീസ്. ചിൽഡ്രൻ ബിലോ 6 years ഓഫ് ഏജ്, pregnant women, lactating mothers are the beneficiaries. Ensures a fixed quantity of nutritious food. അന്ത്യോദയ അന്നയോജന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. മാസം 35 കിലോ അരി 3 രൂപയ്ക്കും ഗോതമ്പാണെങ്കിൽ 2 രൂപയ്ക്കും ലഭ്യമാകുന്നു. ബെനിഫിഷ്യൽ ടു ദ പുവറസ്റ്റ് ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ. Supply of 35 kg of rice and wheat at the rate of ₹3 and ₹2 per month respectively. അന്നപൂർണ സ്വന്തമായി വരുമാനമില്ലാത്ത 65 വയസ്സിനുമേൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത്. മാസം 10 കിലോ അരി സൗജന്യമായി റേഷൻ കടകളിലൂടെ നൽകുന്നു. Beneficial to the people who are above 65 years of age and having no income. Free supply of 10 kg of rice through ration shops.
മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ജോലി ചെയ്യാൻ ആരോഗ്യവും സന്നദ്ധതയുമുള്ളവർക്ക് തൊഴിൽ. 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ബെനിഫിഷ്യൽ ടു ദോസ് ഹു ആർ ഹെൽത്തി ആൻഡ് വില്ലിംഗ് ടു വർക്ക്. Guarantees 100 days of employment. Persons of the age 18 and above can register. 1/3 of the beneficiaries should be women. Swarna Jayanti Shahari Rozgar Yojana (SJSRY) in India is a centrally sponsored scheme which came into effect on 1st December 1997. The scheme strives to provide gainful employment to the unemployed and underemployed poor through encouraging the setting up of self-employment ventures or provision of wage employment. 1997 ഡിസംബർ 1 മുതലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്. നഗരമേഖലയിലെ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവശ്യമായ സഹായം നൽകുന്നു, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നു. ഉച്ചഭക്ഷണ പദ്ധതി രാജ്യവ്യാപകമായി സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ പോഷക നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്കൂൾ ഭക്ഷണ പദ്ധതിയാണ് മിഡ് ഡേ മീൽ സ്കീം. The Midday Meal Scheme is a school meal program of the Government of India designed to better the nutritional standing of school-age children nationwide. സംയോജിത ശിശു വികസന പരിപാടി ICDS ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും സവിശേഷവുമായ ശിശു വികസന പരിപാടിയാണ് ICDS. 1975 ഒക്ടോബർ 2 ഈ പദ്ധതി ആരംഭിച്ചത്. ഭാരത സർക്കാരിൻ്റെ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായ ഇതിലൂടെ പോഷകാഹാരം, വിദ്യാലയ പൂർവ്വ പഠനം, 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കും ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുന്നു. ഗ്രാമീണ മേഖലയിൽ ഉടനീളം ആരംഭിക്കപ്പെട്ടിട്ടുള്ള അംഗൻവാടികളിലൂടെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ശിശുക്കൾക്കായുള്ള ഭാരത സർക്കാരിൻ്റെ ദേശീയ നയത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ: 6 വയസ്സിന് താഴെയുള്ള ഇന്ത്യയിലെ ദരിദ്രരായ ശിശുക്കളുടെ ആരോഗ്യ പോഷക നിലവാരം ഉറപ്പുവരുത്തുക. ഇന്ത്യയിലെ ശിശുക്കളുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനം ഉറപ്പുവരുത്തുന്നതിനായി ശക്തമായ ഒരു അടിത്തറ രൂപപ്പെടുത്തുക. നവജാത ശിശുമരണം, പോഷകാഹാരക്കുറവ്, വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് എന്നിവ നിയന്ത്രിക്കുക. ശിശു വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ മന്ത്രാലയങ്ങൾ നടത്തുന്ന വ്യത്യസ്ത പദ്ധതികൾ ഏകോപിപ്പിക്കുക. ആവശ്യമായ ആരോഗ്യ പോഷകാഹാര വിവരങ്ങളും വിദ്യാഭ്യാസവും അമ്മമാർക്ക് നൽകി ശിശുപരിപാലന ശേഷി വർദ്ധിപ്പിക്കുക. ശിശുക്കളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും ഗർഭിണികൾക്കും പോഷകാഹാരങ്ങൾ ലഭ്യമാക്കുക. ICDSലൂടെ ലഭ്യമാകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രതിരോധ പ്രവർത്തനങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, പൂരിത പോഷകാഹാരം, ആരോഗ്യ പരിശോധന, അനൗപചാരിക വിദ്യാഭ്യാസം, ആരോഗ്യ പോഷക വിവരങ്ങൾ നൽകൽ. Integrated Child Development Services is a government program in India which provides food, preschool education, primary health care, immunization, health checkup and referral services to children under 6 years of age and their mothers. Scope of services: the following services are sponsored under ICDS to help achieve its objectives: immunization, supplementary nutrition, health checkup, referral services, preschool education, nutrition and health information. അന്ത്യോദയ അന്ന യോജന AAY 2000 ഡിസംബറിൽ ആണ് അന്ത്യോദയ അന്ന യോജന ആരംഭിച്ചത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ ഇത് ലക്ഷ്യമിടുന്നത് 10 ദശലക്ഷം കുടുംബങ്ങളെയാണ്.
ലക്ഷ്യങ്ങൾ: ഓരോ അന്ത്യോദയ കുടുംബങ്ങൾക്കും മാസത്തിൽ 35 കിലോ ഭക്ഷ്യധാന്യങ്ങൾ ഉയർന്ന സബ്സിഡിയോടുകൂടി ലഭ്യമാക്കുന്നു. കിലോയ്ക്ക് 2 രൂപ നിരക്കിൽ ഗോതമ്പും 3 രൂപ നിരക്കിൽ അരിയും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക. Antyodaya Anna Yojana is the sponsored scheme of Government of India to provide highly subsidized food to millions of the poorest families. After identifying the poorest of the poor through surveying, the government began providing them an opportunity to purchase up to 35 kilograms of rice and wheat at a highly subsidized cost of rupees 3 per kilogram of rice and rupees 2 per kilogram of wheat. അന്നപൂർണ 2000 ഏപ്രിൽ 1 ആരംഭിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണിത്. പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിട്ടും അത് ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി പ്രകാരം ആനുകൂല്യത്തിന് അർഹത ഉള്ള 20% പേർക്ക് ഈ പദ്ധതി ആനുകൂല്യം ലഭിക്കും. അന്നപൂർണ സ്കീം. Under this scheme, 10 kilograms of food grains is distributed per month free of cost to destitute above the age of 65 years with no or meager subsistence. യോഗ്യതാ മാനദണ്ഡങ്ങൾ: അപേക്ഷകൻ്റെ പ്രായം 65 വയസ്സോ അതിൽ കൂടുതലോ ആയിരിക്കണം. സ്വയം വരുമാനം ഇല്ലാത്തവരും കുടുംബത്തിൽ നിന്നോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ വരുമാനം ലഭിക്കാത്ത അഗതികൾ ആയിട്ടുള്ളവർ ആയിരിക്കണം അപേക്ഷകർ. അപേക്ഷകൻ ദേശീയ വാർദ്ധക്യ പെൻഷൻ പദ്ധതി പ്രകാരമോ സംസ്ഥാന പെൻഷൻ പദ്ധതി പ്രകാരമോ ആനുകൂല്യം കൈപ്പറ്റുന്നവർ ആയിരിക്കരുത്. ഗുണഭോക്താവിന് മാസത്തിൽ 10 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ തികച്ചും സൗജന്യമായി ലഭിക്കുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി MGNREGA രാജ്യത്തെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന 200 ജില്ലകളിൽ ആണ് ഈ പദ്ധതി തുടക്കത്തിൽ ആരംഭിച്ചത്. 2006 ഫെബ്രുവരി 2 ഇതിന് തുടക്കം കുറിക്കുന്നത്. 2008 ഏപ്രിലോടുകൂടി ഈ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയത് 2005 ആഗസ്റ്റ് 23 നിയമത്തിൽ വരുത്തിയ ഭേദഗതി പ്രകാരം 2009 ഒക്ടോബർ 2 മുതൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി നിയമം എന്ന് അറിയപ്പെടുവാൻ തുടങ്ങി. എല്ലാ സംസ്ഥാന സർക്കാരുകളും ഒരു സാമ്പത്തിക വർഷം കുറഞ്ഞത് 100 ദിവസത്തെ അവിദഗ്ധ തൊഴിലുകൾ ഓരോ കുടുംബത്തിലെയും ഒരു മുതിർന്ന അംഗത്തിന് എങ്കിലും ഉറപ്പുവരുത്തുക. ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങളായ റോഡുകൾ, ഡാമുകൾ, കിണറുകൾ തുടങ്ങിയവ നിർമ്മിച്ച് ഗ്രാമീണ വികസനം ഉറപ്പുവരുത്തുക. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആസൂത്രണവും നടത്തിപ്പും വിലയിരുത്തലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്നു. MGNREGA was initiated with the objective of enhancing livelihood security in rural areas by providing at least 100 days of guaranteed wage employment in a financial year to every household whose adult members volunteer to do unskilled manual work. Another aim of MGNREGA is to create durable assets such as roads, canals, ponds and wells. Employment is to be provided within 5 kilometers of an applicant's residence and minimum wages are to be paid. If work is not provided within 15 days of applying, applicants are entitled to an unemployment allowance. That is, if the government fails to provide employment, it has to provide certain unemployment allowances to those people. Thus, employment under MGNREGA is a legal entitlement. MGNREGA is to be implemented mainly by Gram Panchayats. The involvement of contractors is banned. ഉപജീവന ദൗത്യം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM ദേശീയ ഗ്രാമവികസന മന്ത്രാലയത്തിൻ്റെ ആഭിമുഖ്യത്തിൽ 2011 ജൂൺ മാസത്തിൽ ആരംഭിച്ച പദ്ധതിയാണിത്. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM was launched by the Ministry of Rural Development, Government of India in June 2011.
Aided in part through investment support by the World Bank, the mission aims at creating efficient and effective institutional platforms of the rural poor, enabling them to increase household income through sustainable livelihood enhancements and improved access to financial services. Kerala and the public distribution system. Kerala is not self-sufficient in food, so we depend on other states for food. Kerala has a strong public distribution system to ensure food security. The public distribution outlets in Kerala supply rice, food products and other essential commodities to the needy at fair price. There are many agencies functioning with the objective of providing essential commodities to people at fair price. Let's see some of them. കേരളവും പൊതുവിതരണ സമ്പ്രദായവും. കേരളം ഭക്ഷ്യ സ്വയം പര്യാപ്തതയുള്ള സംസ്ഥാനമല്ല. അതുകൊണ്ടാണ് നാം ഭക്ഷണത്തിന് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായം കേരളത്തിനുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ അരിയും ഭക്ഷ്യവസ്തുക്കളും മറ്റു നിത്യോപയോഗ സാധനങ്ങളും ആവശ്യക്കാരായ എല്ലാ ജനങ്ങൾക്കും ന്യായവിലയിൽ ലഭ്യമാക്കി വരുന്നു. നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ധാരാളം കേന്ദ്രങ്ങൾ ഉണ്ട്. പൊതുവിതരണ സംവിധാനം, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. Public distribution system provides food items and other essential commodities to people at reasonable prices, and the entire chain of such organizations are controlled by the government. Which are the agencies supplying essential commodities at fair price in Kerala? കേരളത്തിൽ ന്യായവിലയ്ക്ക് നിത്യോപയോഗ വസ്തുക്കൾ ലഭിക്കുന്ന ഏതാനും സ്ഥാപനങ്ങൾ നോക്കാം. പൊതുവിതരണ കേന്ദ്രം, സിവിൽ സപ്ലൈസ് ഔട്ട്ലെറ്റ്. ലഭ്യമാകുന്ന വസ്തുക്കൾ: അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. കമോഡിറ്റീസ് അവൈലബിൾ: റൈസ്, വീറ്റ്, ഷുഗർ, കെറോസിൻ. ഹോർട്ടികോപ്പ്, പച്ചക്കറികൾ. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ്, നന്മ സ്റ്റോർ, നീതി സ്റ്റോർ, ലാഭം സപ്ലൈകോ മാർക്കറ്റ്, മാവേലി സ്റ്റോർ, ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, ത്രിവേണി ഫ്ലോട്ടിംഗ് സൂപ്പർ മാർക്കറ്റ്. എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ഈ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നു. All essential commodities are available from these agencies. ഭക്ഷ്യസുരക്ഷ സാധ്യമാകുന്നതിന് പൊതുവിതരണ സമ്പ്രദായം സഹായകമാണ്. ഈ പ്രസ്താവന വിലയിരുത്തുക. Public distribution system helps to attain food security. Evaluate the statement. Even after enhanced food production, India has to go a long way to attain food security. An efficient public distribution system and welfare activities of governments help to attain food security. ഭക്ഷ്യോൽപാദനം കൂടിയിട്ടും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാൻ ഇനിയും ഇന്ത്യക്ക് മുന്നോട്ടു പോകേണ്ടതുണ്ട്. ശക്തമായ ഒരു പൊതുവിതരണ സമ്പ്രദായവും സർക്കാരുകളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തിൽ എത്തുവാൻ സഹായകമാകുന്നു എന്ന് നാം കണ്ടു. Challenges to food production. Though the production and distribution of food are effectively managed by the public distribution system, our food production sector still faces certain challenges. Let us have a look at these challenges. ഭക്ഷ്യോൽപാദനം നേരിടുന്ന വെല്ലുവിളികൾ. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും കാര്യക്ഷമമായ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം നടത്തിയും ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യത്തോട് അടുക്കുമ്പോഴും ഭക്ഷ്യോൽപാദന രംഗം ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. The collage given below.
സബ്സിഡി കട്ട് ഷോർട്ട്, ഫാമേഴ്സ് ഇൻ ക്രൈസിസ്. സബ്സിഡി വെട്ടിക്കുറച്ചു, കർഷകർ പ്രതിസന്ധിയിൽ. നാച്ചുറൽ കലാമിറ്റി, ഫാൾ ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. പ്രകൃതിക്ഷോഭം, ഭക്ഷ്യോൽപാദനം ഗണ്യമായി കുറഞ്ഞു. മിസ്യൂസ് ഓഫ് ഫാം ലാൻഡ്സ്, സ്റ്റീപ്പ് ഡൗൺഫാൾ ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. കൃഷിഭൂമികൾ വഴിമാറുന്നു, ഭക്ഷ്യോൽപാദനത്തിൽ ഗണ്യമായ കുറവ്. ഇക്കണോമിക് ക്രൈസിസ്, മീഗർ മെക്കനൈസേഷൻ പോസിബിൾ. കർഷകരുടെ സാമ്പത്തിക പ്രതിസന്ധി, യന്ത്രവൽക്കരണം അസാധ്യമാക്കുന്നു. The news collage given above displays some of the challenges faced by the food production sector. List out the challenges. Crop failures due to natural calamities. Using agricultural land for non-agricultural purposes. Reducing the rate of subsidies. Unable to purchase agricultural machines. Climate changes. Unable to ensure crop insurance. Excessive use of fertilizers, reducing soil fertility. It is essential that these issues and challenges be addressed to ensure food security by improving food production and distribution. ഭക്ഷ്യോൽപാദന രംഗം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ചിലതാണ് നാം കണ്ട കൊളാഷിലുള്ളത്. വാർത്താ കൊളാഷിൽ നിന്ന് ഏതൊക്കെ വെല്ലുവിളികൾ കണ്ടെത്താം? പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശം, കൃഷിഭൂമികൾ മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, സബ്സിഡി കുറയ്ക്കുന്നത്, യന്ത്രസാമഗ്രികൾ വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്തത്, രാസവളങ്ങളുടെ അമിത ഉപയോഗം ഭൂമിയുടെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്തുന്നത്. ഈ വെല്ലുവിളികൾ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഭക്ഷ്യോൽപാദനം കൂട്ടുവാനും ആവശ്യാനുസരണം വിതരണം ചെയ്യുവാനും അതുവഴി ഭക്ഷ്യസുരക്ഷ എന്ന ലക്ഷ്യം നേടുവാനും കഴിയുകയുള്ളൂ. എന്താണ് ഭക്ഷ്യസുരക്ഷാ നിയമം അഥവാ ഫുഡ് സെക്യൂരിറ്റി ആക്ട്? The Parliament passed the bill in 2013. 2013 ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെൻറ്റ് അംഗീകരിച്ചത്. എന്തൊക്കെയാണ് ഭക്ഷ്യസുരക്ഷാ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഭക്ഷ്യസുരക്ഷ സർക്കാരിൻ്റെ നിയമപരമായ കടമയാണ്. ഫുഡ് സെക്യൂരിറ്റി ഈസ് ദി ലീഗൽ ഒബ്ലിഗേഷൻ ഓഫ് ദി ഗവൺമെൻറ്. ആവശ്യമുള്ളത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാവർക്കും ഉറപ്പാക്കുക. എൻഷുവർ അഡ്യൂക്കേറ്റ് ന്യൂട്രീഷ്യസ് ആൻഡ് ഹൈ ക്വാളിറ്റി ഫുഡ് ഐറ്റംസ് അറ്റ് ഫെയർ പ്രൈസ് ടു ഓൾ പീപ്പിൾ. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരൻ്റെ നിയമപരമായ അവകാശമാണ്. അവൈലബിലിറ്റി ഓഫ് ഫുഡ് ഈസ് എ ലീഗൽ റൈറ്റ് ഓഫ് സിറ്റിസൺസ്. ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നും ഏതാനും ചില വർക്ക്ഷീറ്റുകൾ നമുക്ക് പൂർത്തിയാക്കി നോക്കാം. Which of the government programs demands the condition that 1/3 of the beneficiaries should be women? അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഗുണഭോക്താക്കളിൽ 1/3 ഭാഗം സ്ത്രീകൾ ആയിരിക്കണം എന്ന് നിബന്ധനയുള്ള സർക്കാർ പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. കേന്ദ്ര സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. Prepare a note on any one of the poverty alleviation projects of the central government.